എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ വെറൈറ്റി ഒരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് പരിചയപ്പെടാൻ പോകുന്നത്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു പലഹാരമാണ്. ഈ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ഞങ്ങളുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലോട്ട് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ചേർക്കുന്നത് റവയാണ്. 1/2 കപ്പ് റവയാണ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. ചെറിയ റവ വേണം ചേർത്ത് കൊടുക്കാൻ കേട്ടോ. ഇനി ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും 1/2 കപ്പ് പഞ്ചസാരയും കൂടെ ചേർക്കാം. ഇനി ഇതിലോട്ട് 3 ഏലക്ക പൊടിച്ചതും 2 നുള്ള ഉപ്പുപൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതായിട്ട് ഇതൊന്ന് ഇളക്കിയെടുക്കണം. നല്ലതായിട്ട് ഇതൊന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്ന വെള്ളമാണ്. ഇളം ചൂട് വെള്ളം വേണം ചേർത്ത് കൊടുക്കാൻ. ഞാനിവിടെ 1/4 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. വെള്ളം കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കട്ടയൊന്നും കെട്ടാതെ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അതുപോലെ പഞ്ചസാരയൊക്കെ നല്ലതായിട്ടൊന്ന് അലിഞ്ഞ് ചേരുന്നവരെ ഇളക്കി കൊടുക്കണം. വെള്ളമൊക്കെ ചേർത്ത് കൊടുത്ത് നല്ലതായിട്ട് ഞാനിതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടച്ചൊന്ന് മാറ്റി വെക്കാം. ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം കേട്ടോ. അപ്പോഴത്തേക്ക് റവയൊക്കെ നന്നായിട്ടൊന്ന് കുതിരും. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കത് തുറന്ന് നോക്കാം. ഇപ്പോൾ ഈ മാവ് കുറച്ചുകൂടി ഒന്ന് കട്ടിയായിട്ടുണ്ട്. ഇതായി ഈ കൺസിസ്റ്റൻസിലുള്ളൊരു മാവ് വേണം റെഡിയാക്കി എടുക്കാം കേട്ടോ. ഇനി ഇത് എണ്ണയിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് ചുട്ടെടുക്കാം. ഒരു ചീനിച്ചട്ടിയിൽ എണ്ണ ചൂടാക്കി എടുത്തിട്ടുണ്ട്. സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഒന്ന് മീഡിയത്തിലാക്കി കൊടുത്തതിന് ശേഷം ഒരു തുവി മാവ് നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. മാവ് ഒഴിച്ചു കൊടുത്ത് 1 മിനിറ്റൊക്കെ ഒന്ന് കഴിയുമ്പോഴത്തേക്ക് ഇത് എണ്ണയുടെ മുകളിലോട്ടൊന്ന് പൊങ്ങി വരും. നമ്മൾ ഈ നെയ്യപ്പമൊക്കെ ഉണ്ടാക്കുമ്പോഴേ ഇതൊന്ന് മൂത്ത് കഴിയുമ്പോൾ എണ്ണയുടെ മുകളിലോട്ടൊന്ന് പൊങ്ങി കുമിളിച്ച് വരുമല്ലോ, അതേ രീതിയിൽ ഇതൊന്ന് പൊങ്ങി വരും. എന്താ നോക്കിക്കേ, ഇപ്പോൾ അത് എണ്ണയുടെ മുകളിലൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് കുമിളിച്ച് വരാൻ തുടങ്ങും. കുറച്ച് എണ്ണ നമുക്ക് ഇതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് നല്ലതായിട്ടൊന്ന് കുമിളിച്ച് വരും. പപ്പടമൊക്കെ കുമിളിച്ച് വരുന്ന രീതിയിൽ നല്ലതായിട്ടൊന്ന് കുമിളിച്ച് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഒരു വശം ഇപ്പോൾ ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇത് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് മറു സൈഡും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് മൂത്തിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ. ഇനി ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇതേ രീതിയിൽ ബാക്കിയുള്ളതും കൂടെ ഒന്ന് ചെയ്തെടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു പലഹാരമാണിത് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. വീണ്ടും ഇതുപോലെ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.